നമസ്കാരം. പാകിസ്ഥാന്റെ അവസ്ഥ പറയാതെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുടിവെള്ളത്തിന് വേണ്ടി പോലും തെണ്ടേണ്ട അവസ്ഥയാണ് രാജ്യത്തിന്. ഒരു കണക്കിന് പറഞ്ഞാൽ ആയതല്ല, നമ്മൾ തന്നെ ആക്കിയതാണ്. ഇന്ത്യയെ ചൊറിയാൻ വന്ന നമ്മൾ ഒരിക്കലും ചൊറിയും കുത്തിയിരിക്കില്ലല്ലോ. ഒരുപക്ഷെ ഇന്ത്യയുടെ കരുത്ത് പാകിസ്ഥാന് മനസ്സിലായ ഒന്നായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷനിലൂടെ സർവ്വതും നഷ്ടപ്പെട്ടെങ്കിൽ പോലും ഡയലോഗിനൊന്നും ഒരു കുറവുമില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴത്തെ വീണ്ടും ഇന്ത്യക്കെതിരെ വെല്ലുവിളിയുമായി പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസീം മുനീർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതാണിപ്പോൾ പലവിധ ചർച്ചകൾക്കും കാരണമായിരിക്കുന്നത്. 1979 വീണ്ടും തിരിച്ചു വരുമെന്നും ഇന്ത്യയുടെ ജീവിത സംവിധാനങ്ങൾ മുഴുവൻ പാകിസ്ഥാൻ നിയന്ത്രിക്കുന്ന കാലം തിരിച്ചു വരുമെന്നും അസീം മുനീർ പറഞ്ഞു. പാകിസ്ഥാൻ പട്ടാളക്കാർ മുഴുവൻ ഇന്ത്യയുമായി യുദ്ധം ചെയ്യാൻ അക്ഷമരായിരിക്കുകയാണെന്നായിരുന്നു അസീം മുനീറിന്റെ മറ്റൊരു അവകാശവാദം. ഇന്ത്യക്കെതിരെ യുദ്ധത്തിൽ വിജയം നേടിയ പാകിസ്ഥാന് വേണ്ടി അസീം മുനീർ നടത്തുന്ന വിജയപ്രഭാഷണം എന്ന രീതിയിലാണ് ഈ പരിപാടി പാകിസ്ഥാൻ അമേരിക്കയിൽ സംഘടിപ്പിച്ചത്. അസീം മുനീർ ഇന്ത്യക്കെതിരെ വെല്ലുവിളികൾ നടത്തുമ്പോഴെല്ലാം പാകിസ്ഥാൻ രാഷ്ട്രീയ നേതാവായ അബ്ദുൾ റസാഖ് രാജ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടിരുന്നു. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന പാകിസ്ഥാൻകാരായിരുന്നു ശ്രോതാക്കൾ. US പ്രസിഡന്റ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു അമേരിക്കയിലെ വാഷിംഗ്ടണിലുള്ള ഫോർ സ്ക്വയർ ഹോട്ടലിൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന പാകിസ്ഥാൻകാർ ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇന്ത്യക്കെതിരെ ഒരു പ്രതികാരം എന്നോണമായിരുന്നു പാകിസ്ഥാന്റെ ഈ പരിപാടി. പാകിസ്ഥാനിൽ മോസ്കുകളും സിനിമാശാലകളും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന കാലം വരുമെന്നും അസീം മുനീർ പറഞ്ഞു. ഇന്ത്യ ചതിയിൽ നിന്നും നേട്ടമുണ്ടാക്കിയ രാജ്യമാണെന്നും അസീം മുനീർ പറയുന്നു. പാകിസ്ഥാനിൽ സൈനിക നേതൃത്വം രാഷ്ട്രീയ നേതൃത്വം ഒന്നാകുമെന്നും അതൊരു ശരീരവും ആത്മാവുമായി മാറുമെന്നും അസീം മുനീർ വ്യക്തമാക്കുന്നു. അതേസമയം അസീം മുനീറിന്റെ അമേരിക്ക സന്ദർശനം വൻ വിവാദമായിരുന്നു. പാകിസ്ഥാനിയോം കെ കാതിൽ എന്ന മുദ്രാവാക്യവുമായാണ് പാക് സൈനിക മേധാവി ജനറൽ സയ്യിദ് അസീം മുനീറിനെ US-ൽ വരവേറ്റത്. ഔദ്യോഗിക സന്ദർശനത്തിയ അസീം മുനീറിനെതിരെ കടുത്ത പ്രതിഷേധമാണ് വാഷിംഗ്ടണിൽ നിന്നും ഉയർന്നു കേട്ടത്. അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടലിന് ചുറ്റും കൂടിയ പാകിസ്ഥാൻ വംശജരും പാക് പൗരന്മാർ ഉൾപ്പെടെ മുനീറിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. പാകിസ്ഥാനികളെ കൊന്നൊടുക്കിയവൽ എന്നർത്ഥം വരുന്ന പാകിസ്ഥാനിയോം കെ കാതിൽ എന്നും ബീരു എന്നും ജനം മുനീറിനെ വിശേഷിപ്പിച്ചു. മുനീർ താമസിച്ച ഹോട്ടൽ പരിസരത്തേക്ക് കടക്കാൻ ശ്രമിച്ചവരെ സുരക്ഷാ സംഘം തടഞ്ഞതോടെ പ്രതിഷേധം കനത്തു. അസീം മുനീർ കൂട്ടക്കൊലപാതകി എന്നും തോക്ക് സംസാരിച്ച് തുടങ്ങുന്നിടത്ത് ജനാധിപത്യം ഇല്ലാതാകുമെന്ന് എഴുതിയ മൊബൈൽ ഇലക്ട്രോണിക് ബിൽ ബോർഡുകളും ഹോട്ടലിന്റെ പരിസരത്ത് കണ്ടു. വാഹനങ്ങൾക്ക് മേലെ അസീം മുനീർ വെൽക്കം, നിങ്ങളുടെ സമയമെടുത്തു എന്നെഴുതിയ ബോർഡുകളുമുണ്ട്. ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രിക് ഇ ഇൻസാഫ് പ്രവർത്തകരാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. പാക് എംബസിക്ക് മുൻപിലും പാർട്ടിയുടെ കനത്ത പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.